ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. 10ാം തരം പ്രാഥമിക പരീക്ഷ ലക്ഷ്യം വെച്ച് നമ്മുടെ സ്മാർട്ട് റിവിഷൻ പ്ലാൻ ഇന്ന് 5ാമത്തെ ദിവസമാണ്. ആദ്യ 2 ദിവസം നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം 1000 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച PSC ചോദ്യങ്ങൾ, SCERT ചോദ്യങ്ങൾ, പ്രസ്താവനകൾ എല്ലാം ഉൾപ്പെടുത്തി 2 വീഡിയോ. അതിനുശേഷം സയൻസ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടപ്പോൾ കെമിസ്ട്രിയും ബയോളജിയും നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇനി പൊതുജനാരോഗ്യമുണ്ട്, ഫിസിക്സ് ഉണ്ട്, പിന്നെ നമ്മുടെ GKയിലെ ഭരണഘടന, ഭൂമിശാസ്ത്രം, നവോത്ഥാനം തുടങ്ങിയ ഭാഗങ്ങളുണ്ട്. എല്ലാ ഭാഗങ്ങളും പരീക്ഷയ്ക്ക് മുമ്പ് നന്നായി നമ്മൾ റിവൈസ് ചെയ്ത് തീർക്കും. അപ്പോഴാണ് കറണ്ട് അഫെയറിൻ്റെ വീഡിയോയെക്കുറിച്ച് കുറച്ച് പേര് ചോദിച്ചത്. ഞാനും ആലോചിച്ചപ്പോൾ മിക്സഡായിട്ട് പഠിക്കുമ്പോൾ ബോറിംഗ് ഇല്ലാതെ പഠിക്കാം. ആദ്യ 2 GK വീഡിയോ, അതിനുശേഷം നമ്മൾ സയൻസ് പഠിച്ചു. ഇന്നിപ്പോൾ ആനുകാലികം. നമ്മുടെ ഈ 10th പ്രിലിംസിൽ ആനുകാലികം എന്ന് പറയുമ്പോൾ 2026 ആദ്യ പകുതി, ഏകദേശം ജൂൺ വരെയുള്ള വസ്തുതകൾ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കും. അതിനുശേഷം 2025 നിന്നും കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും. 2026 ജനുവരി മുതൽ ജൂൺ വരെയുള്ള ശാസ്ത്രം, സാഹിത്യം, കല, കായികം, പുരസ്കാരം തുടങ്ങിയ പ്രധാനപ്പെട്ട പോയിന്റുകൾ PSC ബുള്ളറ്റിനിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ പൂർണ്ണമായും ശ്രദ്ധയോടെ കേൾക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു വരി കമൻറ്റ് ചെയ്യുക. അതുപോലെ 2025 കേരളത്തിൽ നടന്ന മുഴുവൻ ആനുകാലിക സംഭവങ്ങളും കൂടി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോയും ഒന്ന് കയറി കണ്ടു നോക്കുക. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതുതലമുറ ഹെലികോപ്റ്ററാണ് ധ്രുവ് NG ഹെലികോപ്റ്റർ. അപ്പോൾ മലിനീകരണ നിയന്ത്രണ കപ്പലിൻ്റെ പേര് സമുദ്രപ്രതാപ്. അടുത്തത് കേരള ഹൈക്കോടതി പുതിയ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ. ജനുവരിയിലെ ആനുകാലികമാണ് 2026. അതിനുശേഷം ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ ജൂൺ വരെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വ്യോമസേന ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി മലയാളിയായ രാജൻ ഗുരുക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടു. RK അഗർവാൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായി. FCIയുടെ മാനേജിംഗ് ഡയറക്ടർ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥാകാരൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ സ്മരണാർത്ഥം നൽകി വരുന്ന കേസരി നയനാർ പുരസ്കാരം 2026 ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഈ തവണത്തെ സർഗപ്രഭ പുരസ്കാരവും അദ്ദേഹത്തിനാണ്. ഭരത് മുരളി കൾച്ചറൽ സെൻറ്ററിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ജഗതി ശ്രീകുമാർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ 2 പ്രളയ മിസൈലുകളാണ് പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം ഒഡീഷയുടെ തീരത്ത് വിജയകരമായി പരീക്ഷിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവാർഡുകൾ അഥവാ പുരസ്കാരങ്ങൾ, കലാശാസ്ത്രം, സാഹിത്യം, കായികം, ഈ മേഖലയൊക്കെ വേറെ കുറിച്ച് വെച്ച് പഠിക്കുക. ഇന്ത്യയിൽ 5ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പൽ INS വികൗണ്ടിന്യ. സെൽസി റോഡ്രിഗസ് വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യമായി ബൾഗേറിയ. ബൾഗേറിയയുടെ പഴയ കറൻസി ലെവ് ആയിരുന്നു. അത് മാറ്റി യൂറോയെ സ്വീകരിച്ചു.
വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡുറോയെ പിടികൂടാനായി കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ. 2025 ചൈനയെ മറികടന്നാണ് ഇന്ത്യ ഒന്നാമതെത്തിയത്. ഇനി പുരസ്കാരമാണ്. സുഗതകുമാരിയുടെ സ്മരണയ്ക്ക് സോൾലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം കവി പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികം എന്ന കൃതിക്ക്. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ലാലു അലക്സിന്. TP മാധവൻ സ്മാരക പുരസ്കാരം ചലച്ചിത്ര പ്രതിഭകളായ മധുവിനും ജഗതി ശ്രീകുമാറിനും. അടുത്തത് കുറിച്ച് വയ്ക്കണം. വിലാസിനി നോവൽ പുരസ്കാരം സലീൽ മാങ്കുഴിയുടെ ആനന്ദലീല എന്ന കൃതിക്ക്. ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം പ്രശസ്ത നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിന്. ചുനക്കര രാമൻകുട്ടി പുരസ്കാരം ഡോക്ടർ റഷീദ് മഞ്ഞപ്പാറ. കാക്കനാടൻ പുരസ്കാരം വിനു എബ്രഹാം. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സമഗ്ര സംഭാവനാ പുരസ്കാരം എഴുത്തുകാരി അരുന്ധതി റോയ്ക്ക്. ഹരിവരാസനം പുരസ്കാരം, വിലാസിനി നോവൽ പുരസ്കാരം, പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്, സ്ഥിര ചോദ്യങ്ങൾ. കേരള നിയമസഭ 4ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ PSCയുടെ സജീവ സാന്നിധ്യം. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ മകളും മുൻ പ്രസിഡന്റ് സിയാവുർ റഹ്മാൻ്റെ പത്നിയും ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്ന ബീഗം ഖാലിദ് സിയ അന്തരിച്ചു. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ മകളായിരുന്നു. മുൻ പ്രസിഡൻ്റായ സിയാവുർ റഹ്മാൻ്റെ പത്നിയായിരുന്നു. ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്നു ബീഗം ഖാലിദ് സിയ. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും 1996 മുതൽ 2012 വരെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റുമായിരുന്ന സുരേഷ് കൽമാഡി അന്തരിച്ചു. പിന്നെ വലിയൊരു വാർത്തയായിരുന്നു, വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ധനഞ്ജയ ഗഡ്ഗിൽ MD ഗഡ്ഗിൽ അന്തരിച്ചു. ഇനി 2026 പത്മ അവാർഡ്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ എന്തായാലും കാണും. പത്മവിഭൂഷൺ 5 പേർക്കാണ്. രാജ്യത്തെ 2ാമത്തെ പരമോന്നത ബഹുമതി പത്മവിഭൂഷൺ. നേടിയത് VS അച്യുതാനന്ദൻ, ധർമ്മേന്ദ്ര, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജൻ. പത്മഭൂഷൺ 13 പേർക്ക്. അതിൽ ഉൾപ്പെടുന്നവരേത്, ഉൾപ്പെടാത്തവരേത്, അങ്ങനെ ചോദ്യം വരാം. മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, വിജയ് അമൃതരാജ്, VK മൽഹോത്ര, ഷിബു സോറൻ, അൽക്ക യാഗ്നിക്, ഭഗത് സിംഗ് കോഷിയാരി, കൽപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, നോറി ദത്താത്രേയുഡു, പീയൂഷ് പാണ്ഡെ, SM കാമിലന്തൻ, ശിവവാദിൻ R ഗണേഷ്, ഉദയ് കൊട്ടക്. ഇനി പത്മശ്രീ കിട്ടിയത് 113 പേർക്കാണ്. പ്രധാനപ്പെട്ടവരെ ഇവിടെ പറയുന്നു. രോഹിത് ശർമ്മ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ക്രിക്കറ്റ്. ഹർമൻപ്രീത് കൗർ, സവിത പുനിയ, പ്രവീൺ കുമാർ, K പളനിവേൽ, AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകിയമ്മ, ബൽദേവ് സിംഗ്, K രാമസ്വാമി, പ്രദീപ് ശർമ്മ, ഹരിചരൺ സൈക്കിയ ഉൾപ്പെടെ 113 പേർക്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസ് എടുത്ത താരം വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് തകർത്തത്. 2ാമത്തെ റൺ വേട്ടക്കാരനായി കോഹ്ലി മാറി. ശ്രീലങ്കയുടെ
കുമാർ സംഗക്കാരെയാണ് മറികടന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടിയതിൻ്റെ റെക്കോർഡ് കരസ്ഥമാക്കി രോഹിത് ശർമ്മ 650 6. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് കിരീടം വിദർഭയ്ക്ക്. ബംഗളൂരിൽ നടന്ന ഫൈനലിൽ സൗരാഷ്ട്രയെ കീഴടക്കി. മുംബൈ മാരത്തൺ പുരുഷ വനിതാ കിരീടങ്ങൾ എത്യോപ്യൻ താരങ്ങൾക്ക്. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ സെനഗൽ ചാമ്പ്യന്മാരായി. അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ 8 വിക്കറ്റ് വീഴ്ത്തുന്ന ആദ്യ താരം ഭൂട്ടാൻ്റെ സോനം യാഷി. അയൺ ബട്ടർഫ്ലൈ വിളിപ്പേരുള്ള ലോക 1-ാം നമ്പർ ഇന്ത്യൻ ബാഡ്മിൻ്റൺ ഇതിഹാസം സൈന നെഹ്വാൾ വിരമിക്കൽ പ്രഖ്യാപിച്ചു. 64-ാം സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂരിന് കിരീടം. സിംബാബ്വേയും നമീബിയയും സംയുക്തമായിട്ട് 2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കും. അടുത്ത പ്രധാനമാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അക്കാദമി പ്രസിഡന്റായി PT ഉഷ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി മലയാളിയായ കാമ്യ കാർത്തികേയൻ. ശ്രദ്ധിച്ചോണം. ലോക റാപ്പിഡ് ചെസ് കിരീടവും ലോക ബ്ലിറ്റ്സ് കിരീടവും നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ. ടാറ്റ സ്റ്റീൽ റാപ്പിഡ് ചെസ്സിൽ മലയാളിയായ നിഹാൽ സരീന് ചാമ്പ്യൻ നേട്ടം. ഇനി അശോക ചക്ര ലഭിച്ചത് ശുഭാംശു ശുക്ല, കീർത്തി ചക്ര പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ശൗര്യ ചക്ര ലഫ്റ്റനന്റ് കമാൻഡർ K ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ റൂബ, അസിസ്റ്റന്റ് കമാൻഡന്റ് വിപിൻ വിൽസൺ. ഇനിയും ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം പരീക്ഷയ്ക്ക് വരുന്നത്. മികച്ച ചിത്രം ഹാംനെറ്റ്, അതുപോലെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച നടൻ വാഗ്നർ മൗറ, തിമോത്ത ശാലമേ. മികച്ച നടി ജസ്സി ബക്സി. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സ്, സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച വിദേശ ഭാഷാ ചിത്രം ദി സീക്രട്ട് ഏജന്റ് ബ്രസീൽ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നടൻ മോഹൻലാൽ നിയമിതനായി. ദേശീയ അന്വേഷണ ഏജൻസി NIA പുതിയ മേധാവിയായി രാകേഷ് അഗർവാൾ. മെറ്റ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി ദിന പവൽ മക്കോർക്ക് നിയമിതയായി. യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, നമുക്കറിയാം UDAI, ആധാറിൻ്റെ ഭാഗ്യചിഹ്നമായിട്ട് ഉദയ് വികസിപ്പിച്ചു. തൃശ്ശൂർ ജില്ലക്കാരനായ അരുൺ ഗോകുൽ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ഗ്രാസ മാഷലിന്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് 5 ലക്ഷം രൂപ പ്രശസ്തിപത്രം. ഈ അവാർഡുകൾ എഴുതി വയ്ക്കുക. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപ്പിള്ള. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി. S ഗുപ്തൻ നായർ പുരസ്കാരം ഭാഷാശാസ്ത്രജ്ഞൻ ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായർ. സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം പ്രദീപ് ഓർക്കാട്ടേരിയുടെ പുല്ലരി മധുരം. അടുത്തത് 2025 ഓടക്കുഴൽ EP രാജഗോപാലൻ്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശനത്തിന്. ഇപ്പം 2025 ഓടക്കുഴൽ, 2025 എഴുത്തച്ഛൻ പുരസ്കാരം, 2024 JC ഡാനിയൽ പുരസ്കാരം. സംഗീതജ്ഞൻ ആലപ്പി രംഗനാഥിൻ്റെ സ്മരണയ്ക്കുള്ള സ്വാമി സംഗീതം പുരസ്കാരം നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രേം നസീർ പുരസ്കാരം സംവിധായകൻ പ്രിയദർശൻ.
2026 മഹാകവി പന്തളം കേരളവർമ്മ പുരസ്കാരം, OV ഉഷയുടെ പ്രിയ കവിതകൾ. പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം പ്രൊഫസർ M ലീലാവതിക്ക്. സത്യജിത് റായി പുരസ്കാരം TV ചന്ദ്രൻ. ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽക്കെ. സുഭാഷ് ചന്ദ്രബോസ് അബ്താബ് പ്രബന്ധൻ പുരസ്കാരം. അമേരിക്കൻ റവല്യൂഷണറി ബയോളജിസ്റ്റായ ഡോക്ടർ ടോബി കിയേഴ്സ് പരിസ്ഥിതി നൊബേൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസിന് അർഹനായി. അപ്പോൾ 2026 ടൈലർ പ്രൈസ്, പരിസ്ഥിതി നൊബൽ പ്രൈസ് നേടിയത് ഡോക്ടർ ടോബി കിയേഴ്സ്. അവാർഡുകൾ സെപ്പറേറ്റായിട്ട് എഴുതി വെക്കണം. ഇതിപ്പോൾ നമുക്കൊരിക്കലും മനസ്സിലാക്കി പഠിപ്പിച്ചെടുക്കാൻ വേറെ മാർഗങ്ങളില്ല. പലതവണ കേട്ട് മനസ്സിലാക്കുക. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കി രാജസ്ഥാൻ. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ. പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്ക് ആശാവാൻ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജ്ജമാക്കി ഗുജറാത്ത്. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി കോവളം. ലോസ് ആഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിക്കുന്ന മലയാള സിനിമ ഭ്രമയുഗം. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കാൻ നടപ്പാക്കുന്ന പദ്ധതി അക്ഷരോന്നതി. പദ്ധതികൾ പരീക്ഷയ്ക്ക് ഷുവറായിട്ടും 1-2 എണ്ണം കാണും. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം കൊട്ടാരക്കര. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 3 ദിവസത്തെ ഉച്ചകോടി നടന്നത് ന്യൂഡൽഹി. രാജ്യത്തെ വനിതാ ശിശുവികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടൽ പൻഗുഡി. 2026 ജനുവരിയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്ര സൗകര്യം പ്രഖ്യാപിച്ച് ജർമ്മനി. ആന്ധ്രാപ്രദേശിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്റ്റ് ആരംഭിച്ചു. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവനോടെ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ആർ യു ഡെഡ് എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കി ചൈന. മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ പുതിയ ചാന്ദ്രദൗത്യം ആർടെമിസ് 2. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 56ാം പതിപ്പ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്നു. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ആറളം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ബാരാമതിയിൽ വിമാനാപകടത്തിൽ മരണപ്പെട്ടു. വിഖ്യാത ഹംഗേറിയൻ ചലച്ചിത്രകാരൻ ബേലാത്താർ അന്തരിച്ചു. അമേരിക്കൻ പൗരാവകാശ പോരാളി ക്ലോഡറ്റ് കോൾവിൻ അന്തരിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗവുമായിരുന്ന ജസ്റ്റിസ് A. ലക്ഷ്മിക്കുട്ടി അന്തരിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഇലിയാസ് പാഷ അന്തരിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സിരി ജഗൻ അന്തരിച്ചു. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ മാർക്ക് ടളി അന്തരിച്ചു. ഇനി പുരസ്കാരങ്ങളാണ്. 68ാമത് ഗ്രാമി പുരസ്കാരം. ടിബറ്റിൻ്റെ ആത്മീയാചാര്യൻ ദലൈലാമയ്ക്കും വിഖ്യാത ഹോളിവുഡ് സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗിനും 68ാമത് ഗ്രാമി പുരസ്കാരം. ഓഡിയോ ബുക്ക് നറേഷൻ, സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ മെഡിറ്റേഷൻസ്, ദ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിനസ് ദലൈലാമ എന്ന ഓഡിയോ ബുക്കിൻ്റെ വിവരണത്തിനാണ് അദ്ദേഹത്തിന് ഗ്രാമി ലഭിച്ചത്. മ്യൂസിക് ഫോർ ജോൺ വില്യംസ് എന്ന ചിത്രത്തിലൂടെയാണ് സ്റ്റീവൻ സ്പിൽബർഗിന് ഗ്രാമി ലഭിച്ചത്. ഗ്രാമി അവാർഡ് നോക്കാം. ആൽബം ഓഫ് ദി ഇയർ ഡെബി തിരാർ മാസ് ഫോട്ടോസ്. റെക്കോർഡ് ഓഫ് ദി ഇയർ ലൂത്തർ. സോങ് ഓഫ് ദി ഇയർ വൈൽഡ് ഫ്ലവർ. മികച്ച സോളോ പെർഫോമൻസ് ലോലായങ്. മികച്ച വോക്കൽ ആൽബം മേഘാം.
മികച്ച ന്യൂ ആർട്ടിസ്റ്റ് ഒലീവിയ ഡീൻ. മികച്ച റാപ്പ് ആൽബം GNX. മികച്ച ഡാൻസ് പോപ്പ് റെക്കോർഡിംഗ് ലേഡി ഗ്യാഗ. മികച്ച റാപ്പ് പെർഫോമൻസ് ചെയിൻസ് ആൻഡ് വിപ്സ്. മികച്ച റാപ്പ് ഗാനം കെൻഡ്രിക് ലാമർ. മികച്ച R&B ആൽബം റിയോൺ തോമസ്. ഗ്രാമി പുരസ്കാരങ്ങൾ ചോദിക്കാറുണ്ട്, ഈ മികച്ച ആൽബങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അടുത്തത് ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം സർവീസസിന്. ആസാമിലെ ദിബ്രുഗഡിലായിരുന്നു ഫൈനൽ. കേരളത്തെയാണ് തോൽപ്പിച്ചത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസ്. മെൽബണിൽ നടന്ന ഫൈനലിൽ സർബിയൻ താരം നൊവാക് ജോക്കോവിച്ചിനെയാണ് കീഴടക്കിയത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം കസാഖ് താരം എലേന റബാക്കിനയ്ക്ക്. ഫൈനലിൽ ലോക 1-ാം നമ്പറും 1-ാം സീഡുമായ ആര്യാന സബലേങ്കയെയാണ് തോൽപ്പിച്ചത്. അണ്ടർ 19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ഇന്ത്യക്ക് കിരീടം. ഹരാരയിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 100 റൺസിന് തകർത്ത് ഇന്ത്യ ചാമ്പ്യന്മാരായി. വനിതാ പ്രീമിയർ ലീഗ് 2020 ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ചാമ്പ്യന്മാർ. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത്. 2026 കോമൺവെൽത്ത് ഗെയിംസ് ജൂലൈയിൽ സ്കോട്ട്ലൻഡിൽ നടക്കും. ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ 400 വിജയങ്ങൾ സ്വന്തമാക്കിയ ആദ്യ താരമായി മാറി നൊവാക് ജോക്കോവിച്ച്. തായ്ലൻഡ് മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റണിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗിന് കിരീടം. AI ഏജന്റുമാരുടെ സാമൂഹ്യ മാധ്യമമാണ് മോൾട്ട് ബുക്ക്. അർബുദ ചികിത്സയ്ക്ക് പ്രതിരോധ കോശങ്ങൾ വികസിപ്പിച്ച് IIT മുംബൈ. മണ്ണിലെ പോഷക ഗുണങ്ങൾ കണ്ടെത്താൻ ന്യൂട്രി എന്ന ഉപകരണം വികസിപ്പിച്ച് ഗവേഷകർ. അടുത്തത് 2024 കേരള ശാസ്ത്ര പുരസ്കാരം. ഇന്ത്യയുടെ മിസൈൽ വനിത DRDO ശാസ്ത്രജ്ഞ ടെസി തോമസ്. പല പ്രത്യേകതകളാണ്. ശരിയായ ജോഡി തെറ്റായ ജോഡിയൊക്കെ ചോദിക്കാം. ഭൗമശാസ്ത്ര നൊബേൽ ക്രാഫോർഡ് പ്രൈസ് 2026 ഇന്ത്യൻ വംശജനായ വീരഭദ്രൻ രാമനാഥൻ. കലാശ്രേഷ്ഠ പുരസ്കാരം മധുസൂദരൻ നായർ. സംസ്ഥാന സർക്കാരിൻ്റെ സ്വദേശാഭിമാനി പുരസ്കാരം മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി നൽകുന്ന വയലാർ പുരസ്കാരം ഏഴാച്ചേരി രാമചന്ദ്രൻ. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്. ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്ന് ലിറ്റ്സിയ മീശപ്പുലിമലയാന, ലിറ്റ്സിയ ഇടുക്കിയാന എന്നീ 2 സ്പീഷീസ് സസ്യങ്ങളെ കണ്ടെത്തി. C2026A1 മാപ്സ് എന്ന പുതിയൊരു വാൽനക്ഷത്രത്തെ കണ്ടെത്തി ജ്യോതിശാസ്ത്രജ്ഞൻ. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ. പട്ന പക്ഷി സങ്കേതം ഹരിദണ്ഡ് ഗുജറാത്തിൽ. സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങളടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ 2ാമത്തെ സംസ്ഥാനമായി ഗോവ. ആദ്യ സംസ്ഥാനം കേരളമാണ്, ഓർക്കുക. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ വിമാനത്താവളം സിയാൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. കേരള സാമൂഹിക നീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷ പ്രതിഭകളുടെ സർഗോത്സവം സവിശേഷ. മണിപ്പൂരിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി വൈ ഖേംചന്ദ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഉപമുഖ്യമന്ത്രിമാരായി നെംചാക് പിജനും എൽ ദിഖോയും അധികാരമേറ്റു. ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം ഡൽഹിയിൽ നടന്നു. പോർച്ചുഗൽ പുതിയ പ്രസിഡന്റ് അന്റോണിയോ ഹോസെ സെഗുറോ. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കും
കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സ്നേഹം. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി അക്ഷരം ആരോഗ്യം. രാജ്യത്താദ്യമായി പൊതു ബജറ്റിൻ്റെ കൂടെ വയോജന ബജറ്റ് കൂടി പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളം. സമഗ്ര നഗര നയം രൂപവൽക്കരിക്കുന്ന ആദ്യ സംസ്ഥാനവും കേരളം. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷൻ കണ്ണൂർ റൂറലിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ. കരസേനാ മുൻ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകം 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ വഴി കെട്ടിട നികുതി ശേഖരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ധംതാരി ജില്ല, ഛത്തീസ്ഗഡ്. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച് മധ്യപ്രദേശ്. ബാസില്ലസ് സബ്റ്റിലസ് കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണു. 2026 ജനുവരി 23 പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ആദ്യ മെനോപോസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസ് ഭാരത് ടാക്സി. രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കോഴിക്കോട് ചേവായൂരിൽ നിലവിൽ വരുന്നു. സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലം. DRDO വികസിപ്പിച്ച ആണവായുക്ത വാഹക ശേഷിയുള്ള മധ്യദൂര ഭൂഖണ്ഡാന്തര മിസൈൽ അഗ്നി 3. പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു. സഞ്ചാര സാഹിത്യകാരൻ ഹ്യൂഗാൻസ്റ്റർ അന്തരിച്ചു. വിഖ്യാത മെക്സിക്കൻ നടൻ ഹെറാർഡോ ടർസനെ അന്തരിച്ചു. മാവേലിക്കര മുൻ MLA M മുരളി അന്തരിച്ചു. പ്രമുഖ കഥകളി കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രാമമോഹൻ അന്തരിച്ചു. പ്രശസ്ത നേപ്പാളി നടൻ സുനിൽ ദാഭ അന്തരിച്ചു. കൂടിയാട്ടമാചാര്യൻ വേണുജി, സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ കൈതപ്രം, നാടക സംവിധായകനും നാടകകൃത്തുമായ ജയപ്രകാശ് കുളൂർ എന്നിവർക്ക് കേരള സാഹിത്യ നാടക അക്കാദമി 2025 പുരസ്കാരം. പ്രഥമ കാന്തള്ളൂരപ്പൻ പുരസ്കാരം കൈതപ്രം നേടി. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് ബാഫ്ത ബെസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ഫാമിലി ചിത്രമായി ലക്ഷ്മി പ്രിയ ദേവി സംവിധാനം ചെയ്ത മണിപ്പൂരി ചിത്രം ഭൂങ്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള NT വുഡിൻ്റെ ഭാഷാകേസരി പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. മികച്ച കൃതിക്കുള്ള NT വുഡിൻ്റെ പ്രഥമ എഴുത്തമ്മ പുരസ്കാരം ഗാനരചയിതാവും സാഹിത്യകാരനുമായ MT രാജേന്ദ്രൻ. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് മികച്ച ജില്ലാ കളക്ടർക്കും മികച്ച കളക്ടറേറ്റിനുള്ള അവാർഡ് തിരുവനന്തപുരം കളക്ടറേറ്റിനും അർഹത നേടി. പ്രഥമ ഏഷ്യൻ ബധിര 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. വനിതകളുടെ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് കിരീടം. ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. പ്രഥമ ഫ്രീ സ്റ്റൈൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിൽ നോർവേയുടെ മാഗ്നസ് കാൾസന് കിരീടം. 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീടം കാർലോസ് അൽക്കാരസ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് ഹർമൻ പ്രീത് കൗർ. 2020 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യ താരം. നേട്ടം സ്വന്തമാക്കിയ അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലം പെരുമ്പളം പാലം. രാജ്യത്തെ ആദ്യത്തെ പശു മ്യൂസിയം ഉത്തർപ്രദേശിലെ മധുര.
2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടി സ്വിറ്റ്സർലൻഡിലെ ജനീവ വേദിയാകും. 2028 UAE ആതിഥേയത്വം വഹിക്കും. 2025 ഗ്ലോബൽ AI വൈബ്രൻസി റാങ്കിംഗ് ഇന്ത്യയ്ക്ക് 3-ാം സ്ഥാനം. ആദ്യ സ്ഥാനം US, 2-ാം സ്ഥാനം ചൈന. 2026 AI ഇന്ത്യ ഇമ്പാക്റ്റ് ഉച്ചകോടി ഫെബ്രുവരി 16 മുതൽ 20 വരെ ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യത്താദ്യമായി അസാമിൽ ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കപാത നിലവിൽ വരുന്നു. 15.7 കിലോമീറ്റർ ദൈർഘ്യം. ബൾഗേറിയയിൽ ഇടക്കാല പ്രധാനമന്ത്രി ആൻഡ്രി ഗൈറോഫ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഉദയ് കോട്ടക് ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റിയുടെ ചെയർമാൻ. പ്രാദേശിക സുരക്ഷ ശക്തിപ്പെടുത്താൻ ആർട്ടിക് സെൻട്രി എന്ന പേരിൽ ആർട്ടിക് ദൗത്യം ആരംഭിച്ച് നാറ്റോ. ഇവിടുന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. സ്വരാജ് പുരസ്കാരം 2024-25. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമം, മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലക്കൽ, മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. ലോക മത പാർലമെന്റ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നടന്നു. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഹെക്ടർ തരിശുഭൂമി കാർഷിക സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച പദ്ധതി നവോധൻ. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായധന പദ്ധതി രക്ഷാകവചം. ബീഹാർ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്താൻ AI അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ആന്ധ്രാപ്രദേശ്. മികച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടെ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി മാറി മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി ബ്രാൻഡ് ഗുഡ്വിൽ അംബാസഡർ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് മീററ്റ് മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസ പ്രകടനം മിലൻ 2026 ബംഗാൾ ഉൾക്കടലിൽ നടന്നു. കേരള ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം വിഷൻ 2031. രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്ന വ്യോമസേന അഭ്യാസ പ്രകടനം വായുശക്തി 2026. ഇന്ത്യയുടെ പാവകളി പാരമ്പര്യത്തെ ആസ്പദമാക്കി പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പുകളിൽ ഉൾപ്പെട്ട് കേരളത്തിൻ്റെ പാവക്കഥകളി. വിഖ്യാത ഡച്ച് സാഹിത്യകാരൻ C. സ്നൂട്ട്ബോം അന്തരിച്ചു. പ്രമുഖ ബംഗാളി സാഹിത്യകാരൻ മണിശങ്കർ മുഖോപാധ്യായ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ തൂലികാനാമമായിരുന്നു ശങ്കർ. പ്രശസ്ത അമേരിക്കൻ നടൻ എറിക് ഡെയ്ൻ അന്തരിച്ചു. തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ VV വിജയൻ അന്തരിച്ചു. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടി ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. USA-യും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന നടപടികൾ ഓപ്പറേഷൻ ലയൺസ് റോർ റോറിംഗ് ലയൺ ഗർജിക്കുന്ന സിംഹം. ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെ ഇറാൻ നടത്തുന്ന സൈനിക നടപടി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതും ഒമാൻ, UAE, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഹോർമൂസ് കടലിടുക്ക് അടച്ച് ഇറാൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ KG സനൽകുമാർ ചോദ്യം വരാം. മുസ്തഫ ഖംനയിലെ ഇറാൻ്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു.
അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി കെയർ. സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ ഷാജി രാഘവൻ. റോബ് ജെറ്റൻ നെതർലാൻഡ്സ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. നീതി ആയോഗ് ഇടക്കാല സിഇഒ നിധി ചെബർ. 2026 50 വർഷം പൂർത്തിയാക്കി ഇടുക്കി അണക്കെട്ട്. ദീപക് ഗുപ്ത ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ. പുതിയ സംസ്ഥാനം ഗവർണർമാർ. പശ്ചിമ ബംഗാളിലെ ഡോക്ടർ RN രവി, ബീഹാറിലെ ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് സയ്യിദ് അത്താ ഹസൈന, തെലങ്കാന ശിവപ്രതാപ് ശുക്ല, മഹാരാഷ്ട്ര ജിഷ്ണുദേവ് ശർമ്മ, നാഗാലാൻഡ് നന്ദകിഷോർ യാദവ്, ഹിമാചൽ പ്രദേശ് കവിന്ദർ ഗുപ്ത, ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമിനി വധിക്കപ്പെട്ടു. മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KN പണിക്കർ അന്തരിച്ചു. പോർച്ചുഗീസ് എഴുത്തുകാരൻ അന്റോണിയോ ലോബോ അന്റ്യൂൺസ് അന്തരിച്ചു. പൊതു ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ സൗരോർജ വൈദ്യുതശേഖരണം പെരിഞ്ഞനം. വംശനാശ ഭീഷണി നേരിടുന്ന ധ്രുവക്കുറുക്കൻ അഥവാ നീലക്കുറുക്കനെ ഐസ്ലാൻഡിൽ കണ്ടെത്തി മലയാളി ഫോട്ടോഗ്രാഫർ ഹരികുമാർ. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത കോഴിക്കോട് വയനാട് തുരങ്കപാത. 2026 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യക്ക്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെ 96 റൺസിന് തകർത്ത് ഇന്ത്യ ചാമ്പ്യന്മാരായി. T20 ക്രിക്കറ്റ് ലോകകപ്പ് ഒരെഡിഷനിൽ ഏറ്റവും കൂടുതൽ 6 എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കി സഞ്ജു. T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ വേഗതയേറിയ സെഞ്ചുറി റെക്കോർഡ് സ്വന്തമാക്കി ന്യൂസിലൻഡ് ബാറ്റർ ഫിൻ അലൻ. 33 പന്തിൽ അദ്ദേഹം സെഞ്ചുറി നേടി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം ജമ്മു കാശ്മീരിന്. ഫൈനലിൽ കർണാടകയാണ് തോൽപ്പിച്ചത്. കായിക രംഗത്തെ വിഖ്യാത പുരസ്കാരം ലോറസ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. സച്ചിൻ ടെണ്ടുൽക്കർ ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി നിയോഗിക്കപ്പെട്ടു. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡ്. ഇന്ത്യൻ സാംസ്കാരിക വിനിമയ പുരസ്കാരം. ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും ചലച്ചിത്ര നാടക സംവിധായകനുമായ പ്രമോദ് പയ്യന്നൂർ. വയലാർ സംഗീതരത്ന പുരസ്കാരം തൃക്കരിയൂർ രാജലക്ഷ്മി. കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരം പ്രശസ്ത ഒറിയ കവി സീതാകാന്ത മഹാപത്ര. കുമാരനാശാൻ മലയാള കവി പുരസ്കാരം സച്ചിദാനന്ദൻ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അക്ഷര പുരസ്കാരം UK കുമാരൻ്റെ തക്ഷൻ കുന്ന് സ്വരൂപം എന്ന കൃതിക്ക്. ഈ തവണത്തെ ബോധിചിത്ത പുരസ്കാരം S ജോർജ് കുട്ടി. UK ഓണററി നൈറ്റ്ഹുഡ് ബഹുമതി ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ L ചന്ദ്രശേഖരൻ. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം ഏർപ്പെടുത്തിയ നാട്യ പുരസ്കാരം VP ധനഞ്ജയനും ശാന്ത ധനഞ്ജയനും. പ്രഥമ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മയ്ക്ക് വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരം. സ്വീഡിഷ് പോൾ വോൾട്ട് ഇതിഹാസം അർമാൻ ഡുപ്ലാന്റിസ് 6.3 മീറ്റർ ചാടി 15ാം തവണയും ലോക റെക്കോർഡ് തിരുത്തിക്കുറിച്ചു. സ്വന്തം റെക്കോർഡ് തന്നെയാണ് അദ്ദേഹം തകർത്തത്. ഇന്ത്യൻ വെൽസ് ടെന്നീസിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും ബെലറൂസിൻ്റെ സബലെങ്കയും ജേതാക്കളായി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യനായി. 2028 ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിലെ ഭുവനേശ്വർ. വനിതാ പോൾ വോൾട്ടിൽ റെക്കോർഡ് സ്ഥാപിച്ച് തമിഴ്നാടിൻ്റെ ഭരണിക ഇളങ്കോവൽ.
ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കാറോട്ട മത്സരത്തിൽ പോൾ പൊസിഷനിലെത്തിയ പ്രായം കുറഞ്ഞ താരം മെഴ്സിഡസിൻ്റെ 19-കാരനായ ഇറ്റാലിയൻ ഡ്രൈവർ ആന്ദ്രേ കിമി അന്റോണെല്ലി. അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന കൃതിക്ക് US-ലെ നാഷണൽ ബുക്ക് ക്രിട്ടിക് സർക്കിൾ പുരസ്കാരം. അഖിൽ ശിവാനന്ദിനും മുഹമ്മദ് സാബിത്തിനും രാംനാഥ് ഗോയങ്ക എക്സലൻസ് ഇൻ ജേർണലിസം പുരസ്കാരം. വൈക്കം ചന്ദ്രശേഖരൻ നായർ പുരസ്കാരം ഡോക്ടർ ഷീജ വക്കത്തിൻ്റെ ഊരുക്കുപോകലാം കണ്ണേ എന്ന കാവ്യസമാഹാരത്തിന്. അടുത്തത് എഴുതി വെക്കണം. 2025 സരസ്വതി സമ്മാൻ രാംകുമാർ മുഖോപാധ്യായുടെ ഹരപർബതി കഥയ്ക്ക്. കൈലാസ് സത്യാർത്ഥിയുടെ പുസ്തകം കരുണ ദ പവർ ഓഫ് കമ്പാഷൻ. അഡ്വക്കേറ്റ് രാമകുമാർ രചിച്ച ഉള്ളറകൾ തുറക്കുമ്പോൾ പ്രകാശനം ചെയ്തു. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ പുതിയ നോവൽ മാതംഗലീല. സ്വാതി നിരഞ്ജൻ ജ്യോതി ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതയായി. ഫ്രാൻസിലെ ഇവിയൻ ലെസ്ബെയിൻസ് ആണ് 2026 G7 ഉച്ചകോടിക്ക് വേദി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ആദ്യ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് ഇന്ത്യയിൽ ആരംഭിച്ചു. 2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും മലിനീകരണമുള്ള രാജ്യങ്ങൾ. ഇന്ത്യക്ക് 6ാം സ്ഥാനം, 1ാം സ്ഥാനത്ത് പാകിസ്ഥാൻ. ഡോക്ടർ സഞ്ജയ് തിവാരി നാഷണൽ ഡെൻ്റൽ കമ്മീഷൻ പ്രഥമ ചെയർമാനായി നിയമിതനായി. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒപ്പുള്ള കറൻസി പുറത്തിറക്കാൻ തീരുമാനിച്ച് അമേരിക്ക. 2026 മാർച്ചിൽ ഭീം ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി ബ്രാൻഡ് അംബാസിഡറായി MS ധോണി. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യൻ വ്യോമസേന ആരംഭിച്ച ആദ്യത്തെ ഹെലികോപ്റ്റർ ഡ്രോൺ പദ്ധതി വായുബാൺ. ഓസ്കാർ 2026 98ാമത്തെ അവാർഡാണ്. മികച്ച സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച നടൻ മൈക്കിൾ ജി ജോർദാൻ സിന്നേഴ്സ്. മികച്ച നടി ജസി ബക്ലി ഹാംനെറ്റ്. ഛായാഗ്രഹണം ഓട്ടം ഡ്യുറാൾഡ്. കാസ്റ്റിംഗ് കസാൻഡ്ര കുലുക്കുൻഡിസ്. മികച്ച സഹനടൻ സീൻപെൻ. മികച്ച സഹനടി ആമി മഡിഗൺ. വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം നിയന്ത്രിക്കാൻ ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ ഡൽഹിയിൽ സ്ഥാപിച്ചു. 2026 ലോക സന്തോഷ സൂചിക ഇന്ത്യക്ക് 116ാം സ്ഥാനം. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച് ആന്ധ്രാപ്രദേശ്. 86% സ്കൂളുകളും പുകയില വിമുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മേഘാലയ. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതി പ്രൊജക്ട് ഗംഗ. ഡൽഹി മെട്രോയിലാണ് ഇന്ത്യയിലെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ആദ്യത്തെ റിംഗ് മെട്രോ. 2027 സെൻസസ് ഭാഗ്യചിഹ്നങ്ങൾ പ്രഗതി വികാസ്. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതി സുശക്തി മിഷൻ. സംസ്ഥാനത്തും കേന്ദ്രത്തിലുമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് കൂടുതൽ കാലം നേതൃത്വം നൽകിയെന്ന റെക്കോർഡിനുടമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ 47ാം പ്രധാനമന്ത്രിയായി ബലേന്ദ്ര ഷാ ചുമതലയേറ്റു. ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ വിക്രം ദൊരൈസ്വാമി. ഇന്ത്യയിൽ ഒരു ആണവ നിലയത്തിൻ്റെ മേധാവിയാകുന്ന ആദ്യ വനിത RM നാച്ചമ്മ കൈഗ കർണാടക ആണവ നിലയത്തിൻ്റെ മേധാവി. ഇന്ത്യയിലെ ആദ്യത്തെ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയനായി ഡൽഹിയിലെ ഹരീഷ് റാണ.
സുപ്രീം കോടതിയാണ് അനുമതി നൽകിയത്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യം തടയുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ഓപ്പറേഷൻ സൈഹണ്ട്. ആയോധന കലയിലെ ഇതിഹാസം ചക്ക് നോറിസ് അന്തരിച്ചു. ജർമ്മൻ തത്വചിന്തകൻ യൂർഗൻ ഹാബർമാസ് അന്തരിച്ചു. 2025 ജ്ഞാനപീഠം ആർ വൈരമുത്തു, തമിഴ് കവിയും കഥാകൃത്തും. 2025 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എൻ പ്രഭാകരൻ, മായാ മനുഷ്യർ. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കാനും അവയുടെ ഉപയോഗം വർദ്ധിക്കാനും ആവിഷ്കരിച്ച പദ്ധതി മിഷൻ ഡ്രോൺ ശക്തി. ശ്രീനഗറിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കൃഷിയിടത്തിന് സമീപമെത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ സംസ്ഥാന വനംവകുപ്പ് തയ്യാറാക്കിയ AI സംവിധാനം ഫാം ഗാർഡ്. കൊളോബിയോസ്പിസ് ബ്രൂണിക്കലേര, പുതിയ ഇനം കൂൺ. പ്രശസ്ത ഛായാഗ്രാഹകൻ മെലി റാണി അന്തരിച്ചു. ബാലസാഹിത്യകാരൻ PA ശങ്കരനാരായണൻ അന്തരിച്ചു. 2026 ആബേൽ പുരസ്കാരം ഗേറ്റ് ഫ്ലാറ്റിങ്സ്. KPP നമ്പ്യാർ പുരസ്കാരം ISRO ചെയർമാൻ ഡോക്ടർ V നാരായണന്. കേന്ദ്ര സാഹിത്യ അക്കാദമി 2025 മലയാള വിഭാഗം യുവ പുരസ്കാരം അഖിൽ P ധർമ്മജൻ്റെ റാം കെയറോഫ് ആനന്ദി. 2025 OV വിജയൻ സ്മാരക അവാർഡ് KV മോഹൻകുമാറിൻ്റെ ഉല എന്ന നോവലിന്. ക്രിട്ടിക്കാലിറ്റി നേട്ടം കൈവരിച്ച് തമിഴ്നാട്ടിലെ കൽപ്പാക്കം പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. റഷ്യയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. മെനോർക്ക മാസ്റ്റേഴ്സ് റാപ്പിഡ് ചെസ് കിരീടം നിഹാൽ സരിന്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പാർട്ട് ടൈം ചെയർമാനും നോൺ ഒഫീഷ്യൽ ഡയറക്ടറുമായി നടൻ കൃഷ്ണകുമാറിനെ നിയമിച്ചു. ഗഗൻയാൻ ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചറിക്കാനുള്ള പരീക്ഷണം വിജയകരം. ഇന്ത്യൻ സംഗീതത്തെ വിസ്മയിപ്പിച്ച വിഖ്യാത ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. ഗ്രാമി അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി ആശാ ഭോസ്ലെ. 2000 ദാദാസാഹിബ് ഫാൽക്കെയും 2008 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. ആഗോള ശ്രദ്ധേയനായ ഐറിഷ് നടൻ മൈക്കൽ പാട്രിക് അന്തരിച്ചു. മയാമി ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം ബെലറൂസിൻ്റെ ആര്യാന സബലെങ്ക. പുരുഷ കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫോർമുല 1 കാറോട്ട മത്സരം. ലീഡ് നേടുന്ന പ്രായം കുറഞ്ഞ താരം. പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഗ്രാൻഡ് പ്രീ ജേതാവ് ഡ്രൈവർ കിമി അന്റോണല്ലി. 2026 ജപ്പാൻ ഗ്രാൻഡ് പ്രീ ജേതാവാണ്. 2025 ലോക ആർച്ചറി അവാർഡ് മികച്ച പാരാ ആർച്ചർ ശീതൾ ദേവി. 2020 ഒരു ഇന്നിങ്സിൽ 9 വിക്കറ്റ് നേടുന്ന ആദ്യ താരം ബ്രസീൽ പേസർ ലോറ കാർഡോസോ. 2026 ഏപ്രിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ മൂന്നാമത് അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി INS അരിധമൻ. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ആരംഭിച്ച് ഭാരത് പെട്രോളിയം. ടോലാം വിയറ്റ്നാം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രിട്ടനിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പെരിയസ്വാമി കുമാരൻ. 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സാൻഡ് ആർട്ടിസ്റ്റ് സുദർശൻ പട്നായിക്. ഏക സിവിൽ കോഡ് പാസ്സാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്ത്, ആദ്യത്തേത് ഉത്തരാഖണ്ഡ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറി തെക്കേ അമേരിക്കൻ രാജ്യമായ അർജന്റീന. ഇന്ധന റേഷനിങ് നടപ്പാക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം സ്ലൊവേനിയ.
ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്നൊഴിവാക്കാനും ശിക്ഷ ലഘൂകരിക്കാനും പാസാക്കിയ ബിൽ ജൻ വിശ്വാസ് ഭേദഗതി ബിൽ. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായി അമരാവതിയെ നിശ്ചയിക്കാൻ വിജ്ഞാപനമിറക്കി ആന്ധ്രാപ്രദേശ് സർക്കാർ. അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് തദ്ദേശീയമായി വികസിപ്പിച്ച് ഇന്ത്യൻ സൈന്യത്തിന് കൈമാറിയ ലൈറ്റ് മെഷീൻ തോക്ക് പ്രഹർ മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാൻ മുന്നോടിയായി നാസയുടെ ദൗത്യം ആർട്ടിമിസ് 2 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് 2026 ഏപ്രിൽ 2 വിക്ഷേപിച്ചു. യാത്രികർ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോബർ, ക്രിസ്റ്റീന കോച്ച്, CSA ബഹിരാകാശ യാത്രികൻ ജെറമി ഹാൻസൺ. 2026 ഏപ്രിൽ 10 സാൻ ഗിഗോ തീരത്ത് 10 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തി. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വനിത എന്ന റെക്കോർഡും ചന്ദ്രൻ്റെ അടുത്തുപോയ ആദ്യ വനിത എന്ന റെക്കോർഡും കരസ്ഥമാക്കി ആർടെമിസ് 2 മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റീന കോച്ച്. മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായ ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് അൽഷിമേഴ്സ് രോഗം പ്രതിരോധിക്കുന്നതിൽ നിർണായകമാകും എന്ന സുപ്രധാന കണ്ടുപിടുത്തവുമായി പാലക്കാട് സ്വദേശി ഡോക്ടർ ഷീജ നവക്കോട്. ഫ്രഞ്ച് മുൻ പ്രധാനമന്ത്രി ലയണൽ ജോസ്ഫിൻ അന്തരിച്ചു. വിഖ്യാത അമേരിക്കൻ നടൻ ജെയിംസ് ടോൾക്കൺ അന്തരിച്ചു. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അമേരിക്കൻ ജിം വിറ്റേക്കർ അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി മോഹ്സിന കിദ്വായ് അന്തരിച്ചു. പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. സാഹിത്യകാരൻ സാമുവൽ മേനയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം കൻ ബ്ലസി. സംവിധായകൻ ബ്ലസിക്ക് അവസാനം വായിച്ച് തെറ്റിപ്പോയതാണ്. സാമുവൽ മേന പുരസ്കാരം സംവിധായകൻ ബ്ലസി. ഭാരതീയ ഭാഷാ പരിഷത്ത് മലയാള വിഭാഗ യുവ പുരസ്കാരം ജിൻഷ ഗംഗ. ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരം നോവലിസ്റ്റ് ആർ രാജശ്രീ. കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കളിയച്ഛൻ പുരസ്കാരം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അക്കിത്തം പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്ക്. സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച സംവിധായകൻ അജന്താസ് തിയേറ്റർ ഗ്രൂപ്പിൻ്റെ വംശം എന്ന നാടകം. പീറ്റർ മജാർ ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രി. സമ്രാട്ട് ചൗധരി ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഹരിവംശ നാരായൺ സിംഗ് രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. ആദ്യമായിട്ടാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗം രാജ്യസഭയുടെ ഉപാധ്യക്ഷനാകുന്നത്. നല്ല ചോദ്യമായിരിക്കും. KS സോമശേഖർ രാജ്യസഭാ സെക്രട്ടറി. റോമൻ ഗോഫ്മാൻ ഇസ്രയേൽ ഇൻ്റലിജൻസ് ഏജൻസി മൊസാദിൻ്റെ തലവൻ. ലഫ്റ്റനൻറ്റ് ജനറൽ സൂസൻ കോയിൻ ഓസ്ട്രേലിയയുടെ ആർമിയുടെ പ്രഥമ വനിതാ മേധാവി. കരസേനയുടെ ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡിൽ ലഫ്റ്റനൻറ്റ് ജനറൽ റാങ്കിങ്ങിൽ ചീഫ് ഓഫ് സ്റ്റാഫായി തിരുവനന്തപുരം സ്വദേശി CJ ജയചന്ദ്രൻ. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അശോക് ലഹിരി നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ. അത് നല്ല ചോദ്യമാണ്. ഒഡീഷയിലെ ലഖൻപൂരിൽ ഇന്ത്യയിലെ ആദ്യ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ലാ പോർട്ട് ടാക്സി നിർമ്മാണോദ്ഘാടനം മുംബൈയിൽ നടന്നു. ലോക്സഭയിലും നിയമസഭകളിലും 1/3 വനിതാ സംവരണം നടപ്പാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന 106ാം ഭേദഗതി 2023 ആർട്ടിക്കിൾ 334A ഭരണഘടനയുടെ ഭാഗമായി.
ഇതേ ഉദ്ദേശത്തോടുകൂടി 2026 ഏപ്രിലിൽ 131 ഭേദഗതി ബില്ല് കൊണ്ടുവന്നു. IMF വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനം. മുൻ വർഷം 4ാം സ്ഥാനമായിരുന്നു. കരസേനാ മുൻ മേധാവി ജനറൽ മനോജ് നരവനെയുടെ പുതിയ പുസ്തകം ദ ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ്, അൺഎർത്തിങ് മിലിറ്ററി മിത്സ് ആൻഡ് മിസ്റ്ററീസ്. 2026 ഏപ്രിൽ 69ാം പിറന്നാൾ ആഘോഷിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗൊറില്ല ഫാറ്റു. വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കാനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ഹിമസേതു. ദേശീയപാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ദേശീയ ഹൈവേ അതോറിറ്റി ആരംഭിച്ച പദ്ധതി ആരോഗ്യവൻ. മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് ടെന്നീസ് കിരീടം യാനിക് സിന്നർ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മാർച്ചിലെ താരം സഞ്ജു സാംസൺ. വിസ്റ്റൺ അൽമനോ ക്രിക്കറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരം ഓസ്ട്രേലിയ മിച്ചൽ സ്റ്റാർക്ക്. വനിതാ ക്രിക്കറ്റ് താരം ഇന്ത്യയുടെ ദീപ്തി ശർമ്മ. സപ്രസിൽ നടന്ന കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റ് ഓപ്പൺ വിഭാഗത്തിൽ ഉസ്ബെക്കിസ്ഥാൻ്റെ യാവോഹിർ സിൻഡ്രോയും വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ വൈശാലിയും ജേതാക്കളായി. അണ്ടർ 12 ഫിഡെ ലോക റാപ്പിഡ് ലോക കിരീടം ചൂടി ഇന്ത്യയുടെ AS ശർവാണിക. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് കൂടുതൽ റൺ നേടുന്ന ഇന്ത്യൻ താരം സ്മൃതി മന്ദാന. ടെന്നീസ് താരങ്ങളായ സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിനും ബെലറൂസിൻ്റെ ആര്യ സബലേനയ്ക്കും ലോറസ് പുരസ്കാരം. ഇൻഫോസിസ് ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായി പ്രമുഖ സ്പാനിഷ് ടെന്നീസ് താരം അൽക്കാരസ്. IPL ക്രിക്കറ്റിലും പുരുഷ 2020 ക്രിക്കറ്റിലും ഇന്ത്യക്കാരൻ്റെ ഉയർന്ന സ്കോർ നേടി KL രാഹുൽ 152 റൺസ്. 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രക്കത്തലോൺ വിജയിക്കുന്ന മലയാളി പുനലൂർ സ്വദേശിയായ സുരേഷ് സാംചാണ്ടി. മാരത്തൺ ഓട്ടമത്സരം 2 മണിക്കൂറിൽ താഴെ സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന ആദ്യ താരം കെനിയയുടെ സെബാസ്റ്റ്യൻ സാവെ. 2020 റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. 10 മണിക്കൂർ 45 മിനിറ്റ് എടുത്ത് രാമസേതു നീന്തിക്കടന്ന് ബംഗളൂരിലെ ടെക്കി ദമ്പതിമാർ ഡാനിഷ് അബ്ദി, വൃഷാലി പ്രസാദ. പുരുഷന്മാരുടെ പോൾ വോൾട്ട് 5.4 മീറ്റർ ചാടി പുതിയ റെക്കോർഡിട്ട് മധ്യപ്രദേശിൽ നിന്ന് കുൽദീപ് കുമാർ. വനിതാ പോൾ വോൾട്ട് 4.2 മീറ്റർ ചാടി തമിഴ്നാടിൻ്റെ ഭരണിക ഇളങ്കോവൽ. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡാണ് 2027 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആതിഥേയത്വം. 5ാമത് ലീത ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരം കൈലാഷ് സത്യാർത്ഥി. നന്ദനാർ പുരസ്കാരം സോണിയ ചെറിയാൻ്റെ സ്നോ ലോട്ടസ് എന്ന നോവൽ. MP വീരേന്ദ്രകുമാർ പുരസ്കാരം സുനിത കൃഷ്ണന്. കൃഷ്ണാഞ്ജലി പുരസ്കാരം നടൻ മധു. രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതി ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് കേരളത്തിൽ നിന്ന് VS മഞ്ജുമോൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഔദ്യോഗിക സാഹിത്യ പുരസ്കാരം മാധവമുദ്ര ഡോക്ടർ KS രവികുമാർ. ഈ വർഷത്തെ ഗ്രിഫിൻ പോയട്രി അവാർഡ് കവിതയ്ക്കുള്ള ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നാണ് ഗ്രിഫിൻ പോയട്രി. ചിലിയൻ മഹാകവി റവൂൾ സുദീത്ത. പുലിറ്റ്സർ സമ്മാനം മാധ്യമപ്രവർത്തകരായ RK ആനന്ദിനും സുപർണ ശർമ്മയ്ക്കും. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ പുരസ്കാരം സംവിധായകൻ ശ്യാമപ്രസാദ്. സൈബർ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ട AI മോഡൽ ക്ലൗഡ് മിത്തോസ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബുദ്ധപ്രതിമ 888 അടി കർണാടകയിലെ ചാംരാജ്നഗറിൽ നിർമ്മിക്കാനുള്ള പദ്ധതി തയ്യാറാവുന്നു. നിലവിൽ 420 അടിയുള്ള ചൈനയിലെ ബുദ്ധപ്രതിമയാണ് വലുത്.
ഹോർമൂസ് കടലിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടുന്നത് ലക്ഷ്യമിട്ട് US ആരംഭിച്ച ദൗത്യം പ്രൊജക്റ്റ് ഫ്രീഡം. 2025 രാജ്യത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത്. ജോൺ അബ്രഹാമിൻ്റെ വിഖ്യാത സിനിമ അമ്മ അറിയാൻ കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നു. നോർവേ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 1-ാം സ്ഥാനം. ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണി പുതിയ സംയുക്ത സേനാ മേധാവി. നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. ഇനിയും 16-ാം കേരള നിയമസഭാ മന്ത്രിമാർ, വകുപ്പുകൾ. VD സതീശൻ മുഖ്യമന്ത്രി, നമുക്കറിയാം. ധനകാര്യം, ദേശീയ സമ്പാദ്യം തുടങ്ങി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ. രമേശ് ചെന്നിത്തല ആഭ്യന്തരം. വൈദ്യുതി, പരിസ്ഥിതി, അനർട്ട് സണ്ണി ജോസഫ്. ആരോഗ്യം, മെഡിക്കൽ, വിദ്യാഭ്യാസം, ഭക്ഷ്യസുരക്ഷ K മുരളീധരൻ. റവന്യൂ സർവേ, ഭൂമി, ഭൂപരിഷ്കരണം AP അനിൽകുമാർ. ടൂറിസം, സാംസ്കാരികം, ചലച്ചിത്ര അക്കാദമി തുടങ്ങി PC വിഷ്ണുനാഥ്. കൃഷി, മണ്ണ്, കേരള കാർഷിക സർവകലാശാല തുടങ്ങി T സിദ്ദിഖ്. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസനം KA തുളസി. തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം ICD വനിതാ ശിശുവികസനം ബിന്ദു കൃഷ്ണ. പൊതുവിദ്യാഭ്യാസം, സാക്ഷരത തുടങ്ങിയവ N ശംസുദ്ദീൻ. തദ്ദേശ സ്വയംഭരണം, ടൗൺ പ്ലാനിംഗ് കില KM ഷാജി. പൊതുമരാമത്ത് ബഷീർ. റോഡ് ഗതാഗതം, മോട്ടോർ വാഹനം CP ജോൺ. വനം, വന്യജീവി, നൈപുണ്യ വികസനം തുടങ്ങിയവ ഷിബു ബേബി ജോൺ. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ് അനൂപ് ജേക്കബ്. ജലസേചനം, കമാൻഡ് ഏരിയ വികസനം, ഭൂഗർഭജലം തുടങ്ങിയവ മോൻസ് ജോസഫ്. വ്യവസായം, വാണിജ്യം, വിവരസാങ്കേതിക വിദ്യ IT തുടങ്ങിയവ PK കുഞ്ഞാലിക്കുട്ടി. കായികം, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം OJ ജനീഷ്. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി VE അബ്ദുൽ ഗഫൂർ. സഹകരണം, എക്സൈസ് M ലിജു. ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ തുടങ്ങി റോജി M ജോൺ. അപ്പോൾ മന്ത്രിമാർ പ്രധാന വിഭാഗങ്ങൾ ഓർത്തിരിക്കുക. 2026 എർത്ത് പ്രൈസ് യൂറോപ്യൻ അവാർഡ് അയർലൻഡ് മലയാളി വിദ്യാർത്ഥിനി ആര്യ സതീഷിൻ്റെ ഇക്കോ പർച്ച്. ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന വിറ്റ്ലി പുരസ്കാരം 2026 പർവീൻ ഷെയ്ഖ് ബർബ സുബയ്യ. ONV പുരസ്കാരം M മുകുന്ദന്. P ജയചന്ദ്രൻ പുരസ്കാരം കല്ലറ ഗോപൻ. സഹിതി സഖ്യം MP പോൾ പുരസ്കാരം ആഷ മേനോൻ. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം തൈവാനീസ് എഴുത്തുകാരി യാങ് ഷുവാങ്സിയുടെ തൈവാൻ ട്രാഗലോഗ്. മലയാറ്റൂർ പുരസ്കാരം KV മോഹൻകുമാറിൻ്റെ ഉല. സംസ്ഥാന സർക്കാർ വനം, വന്യജീവി, പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള വനമിത്ര പുരസ്കാരം S ഗുരുവായൂരപ്പൻ. മികച്ച തിരക്കഥ 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് രാജേഷ് തില്ലങ്കരി. വിഖ്യാത ജാപ്പനീസ് എഴുത്തുകാരൻ ഹറൂക്കി മുറക്കാമിയുടെ പുതിയ നോവൽ ടെയിൽ ഓഫ് കെഹോ. K സച്ചിദാനന്ദൻ്റെ പുതിയ പുസ്തകം ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ. വായന പ്രോത്സാഹിപ്പിക്കാൻ പുസ്തക നികുതി ഒഴിവാക്കി ഡെൻമാർക്ക്. നടൻ ഇന്ദ്രൻസിൻ്റെ ആത്മകഥ ഇന്ദ്രധനുസ്. സമാധാന നൊബേൽ സമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദിയുടെ പുതിയ പുസ്തകം എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്. മിസ് ക്വീൻ കേരള 2026 നിതിക സോനു അഗസ്റ്റിൻ. ടെസ്റ്റ് ക്രിക്കറ്റ് നമ്പർ 1 ബൗളർ ജസ്പ്രീത് ബുംറ. വനിതാ 2020 അതിവേഗ അർദ്ധ സെഞ്ചുറി പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഫാത്തിമ സന. IPL ഒരു സീസണിൽ 50-ലധികം സിക്സ് നേടുന്ന ഇന്ത്യൻ താരം വൈഭവ് സൂര്യവംശി. IPL ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം വിരാട് കോഹ്ലി.
കനേഡിയൻ ഗ്രാൻഡ് പ്രീ മെഴ്സിഡസിൻ്റെ ഇറ്റാലിയൻ ഡ്രൈവർ കിമി ആൻ്റോണലിക്ക് കിരീടം. ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. ആസ്ഥാനം വിശാഖപട്ടണം. 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തിക്കടന്ന പ്രായം കുറഞ്ഞ വ്യക്തി 7 വയസ്സുള്ള ഇഷാങ് സിംഗ്. കേരളത്തിൻ്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം കവച്. 16ാം കേരള നിയമസഭ പ്രോടേം സ്പീക്കർ ജി സുധാകരൻ. 16ാം കേരള നിയമസഭ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്. അഡ്വക്കേറ്റ് ജാജു ബാബു പുതിയ അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ടി അസഫ് അലി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സൺ. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ രോഹിത് ജെയിൻ. പ്രസാർ ഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷി. ശശി ശേഖർ വെമ്പതി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാൻ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലം തൈവാനിലെ തംസൂയി നദിക്ക് കുറുകെ ധൻചിയാങ് പാലം. ഇന്ത്യയുടെ ആദ്യത്തെ ഓർബിറ്റൽ ഡേറ്റാ സെൻറ്റർ സാറ്റലൈറ്റ് പാത്ത് ഫൈൻഡർ. ഏഷ്യ കപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ജേതാക്കൾ ഇന്ത്യ. ഇന്ത്യയുടെ ഇഷ സിംഗിന് ഷൂട്ടിംഗ് ലോകകപ്പിൽ ലോക റെക്കോർഡോടെ സ്വർണം. ഛത്തീസ്ഗഡ് നാരായൺപൂരിൽ നടന്ന ദേശീയ അണ്ടർ 20 പുരുഷ ഫുട്ബോൾ കേരളം ചാമ്പ്യന്മാരായി. IPL ക്രിക്കറ്റിൽ പന്തിൻ്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ 1000 റൺസ് തികയ്ക്കുന്ന താരം വൈഭവ് സൂര്യവംശി 440 പന്തിൽ നിന്ന്. IPL ക്രിക്കറ്റിൻ്റെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ 6 നേടി 72 സിക്സ് അടിച്ച വൈഭവ് സൂര്യവംശി. 2026 IPL കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചു. IPL ക്രിക്കറ്റ് 19ാം സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടി ഓറഞ്ച് ക്യാപ്പ് വൈഭവ് സൂര്യവംശി. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത പർപ്പിൾ ക്യാപ്പ് കഗീസോ റബാഡെ. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കപ്പ് ഫ്രഞ്ച് ടീമായ PSG. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. 15 വയസ്സ് 70 ദിവസം. സാഫ് കപ്പ് വനിതാ ഫുട്ബോളിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ, ആദ്യ മലയാളി. കണ്ണൂർ സ്വദേശിയായ തഹ്സീൻ മുഹമ്മദ് ജംഷീദ് ഖത്തർ ടീമിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം അഫ്ഗാനിസ്ഥാനെതിരെ. 2026 ഏഷ്യ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ചൈനയ്ക്ക് 1ാം സ്ഥാനം. 23ാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ കിക്ക് ഓഫ് ചെയ്തു. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് ഷെട്ടി ചാമ്പ്യന്മാരായി. നോർവേ ചെസ്സിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യൻ. നോർവേ ചെസ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. ഐക്യരാഷ്ട്രസഭ ആഗോള മാലിന്യ ശൂന്യ നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിലെ ഏക നഗരസഭ വർക്കല. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ നടപ്പിലാക്കി പശ്ചിമ ബംഗാൾ. അഴിമതിരഹിത കേരളം ലക്ഷ്യമിട്ട് വിജിലൻസിൽ പ്രൊജക്ട് സീറോ പദ്ധതി. കേരള സർക്കാരിൻ്റെ ജനകീയ മഹാശുചീകരണ പരിപാടി തുടക്കം. മഹാരാഷ്ട്ര സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ ലോകമാന്യ മധുദന്തപതി ടെർമിൻ എന്ന് പുനർനാമകരണം ചെയ്തു. 52ാമത് G7 ഉച്ചകോടി വേദി ഫ്രാൻസ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് വിലക്കേർപ്പെടുത്തി മലേഷ്യ. ലഡാക്കിലെ ചുമറാണ് ഇന്ത്യയിലെ ആദ്യ മാതൃകാ അതിർത്തി ഗ്രാമം. കേരളത്തിലെ വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണത്തിലേക്കും അടുപ്പിക്കാനുള്ള പദ്ധതി ഖദർ. കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി സെഹത് മിഷൻ. ബ്രിക്സ് വിദേശമന്ത്രിമാരുടെ യോഗത്തിന്
വേദിയാകുന്നത് ന്യൂഡൽഹി. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം. പത്മശ്രീ, അർജുന എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി കൂടുതൽ ദിവസം പ്രധാനമന്ത്രി പദത്തിലിരുന്ന റെക്കോർഡ് നരേന്ദ്രമോദി. 4399 ദിവസം. സ്ത്രീ ശാക്തീകരണത്തിന് 2026-27 കാലയളവിൽ രൂപവൽക്കരിച്ച പാർലമെൻ്ററി കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഡി പുരന്ദേശ്വരി. ഇന്ത്യൻ വ്യോമസേന സർട്ടിഫൈഡ് കാറ്റ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായ ആദ്യ വനിതാ സ്ക്വാഡ്രൺ ലീഡർ സാനിയ. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി DK ശിവകുമാർ. ഡോക്ടർ എ കൗശികൻ കേരളത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. കേരള സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥ പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ 2026 ചന്ദ്രശേഖർ സമിതിയുടെ അധ്യക്ഷൻ ചന്ദ്രശേഖർ. സഞ്ജയ് ജമുഹ്വാർ ഡൽഹി മെട്രോ ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ ആദ്യ CEO. മഹാകവി P. കുഞ്ഞിരാമൻ സ്മാരക പുരസ്കാരവും ഉള്ളൂർ അവാർഡും. PP ശ്രീധരൻ ഉണ്ണിയുടെ യക്ഷികളുടെ പരിണാമം. 2025 മിലിറ്ററി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ മേജർ അഭിലാഷ് ബറാഖ്. കൈരളി പുരസ്കാരം സാറ ജോസഫ്. 2026 US ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം കൊറിയൻ ബാൻഡ് BTS. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ പറഞ്ഞു സൗത്ത് റെയിൽവേ, വിശാഖപട്ടണം. വയോജനങ്ങൾക്കായി വയോജന വകുപ്പ് രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് സംരക്ഷണം ഉറപ്പാക്കാനുള്ള പദ്ധതി അൻപ്-വീട്. അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം കവച്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ 2026 ജൂലൈ 1. ആദ്യമായി ലോ എമിഷൻ സോൺ നടപ്പാക്കുന്ന നഗരം പൂനെ. ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഓപ്പറേഷൻ തൂഫാൻ, ദ നോർക്കോ ഹണ്ട്. മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന് ആരംഭിച്ച പ്ലാറ്റ്ഫോം ജനനി. റോബോട്ട് ബുദ്ധസന്യാസിയായ ഗാബിയെ അവതരിപ്പിച്ച് ദക്ഷിണ കൊറിയ. എവറസ്റ്റ് കീഴടക്കിയ 3ാമത്തെ മലയാളി വനിത സുഹറ സിറാജ്. മുൻ മന്ത്രി TU കുരുവിള അന്തരിച്ചു. നമ്മളങ്ങനെ ജൂണിലെ ഫൈനൽ ന്യൂസിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ ട്യൂബ് ടണൽ സോജില തുരങ്കപാത നിർമ്മാണം പൂർത്തിയായി. കാശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. 30.894 കിലോമീറ്റർ നീളം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈൽ രുദ്രം 2 അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറം സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്നു. 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തിക്കടക്കുന്ന പ്രായം കുറഞ്ഞ വ്യക്തി 7 വയസ്സുള്ള ഇഷാങ് സിംഗ്. മുൻ മന്ത്രി TU കുരുവിള അന്തരിച്ചു. പ്രശസ്ത മലയാള ചലച്ചിത്ര താരം സലിം കുമാർ അന്തരിച്ചു. തമിഴ് സംവിധായകൻ P. ഭാരതിരാജ അന്തരിച്ചു. അപ്പോൾ 2026 ജനുവരി മുതൽ ജൂൺ വരെയുള്ള പുരസ്കാരങ്ങൾ, അവാർഡുകൾ, കായികം, കല, ശാസ്ത്രം, സാഹിത്യം തുടങ്ങി എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.